നമസ്തേ. ഇന്ന് ഞാൻ നോക്കുന്നത് താങ്കളുടെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിലേക്ക് വന്നത് എന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, താങ്കളുടെ പേഴ്സൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും 5th ഡയമെൻഷനിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3rd ഡയമെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 3rd ഡയമെൻഷൻ, 4th ഡയമെൻഷൻ, 5th ഡയമെൻഷൻ, 6th ഡയമെൻഷൻ, അങ്ങനെയുള്ള നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൻ്റെയും തലാതലം. നിങ്ങളെല്ലാവരും 5th ഡയമെൻഷനിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനെന്ന ഭാവമില്ലാതെ മുമ്പോട്ട് പോവുക, അതാണ് 5th ഡയമെൻഷൻ. ഓക്കെ, നോക്കട്ടെ. ഇതിവിടെ നിങ്ങളുടെ എനർജി പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ്. നമുക്ക് ആദ്യം പ്രസൻറ്റ് നോക്കാം. താങ്കളുടെ പേഴ്സൺ പ്രസൻറ്റിൽ ഇതാണ് നൈറ്റ് ഓഫ് സോൾ. നൈറ്റ് ഓഫ് സോൾ വെച്ചാൽ ബുദ്ധിപൂർവ്വമാണ് താങ്കളുടെ പേഴ്സൺ ഇപ്പോൾ അകന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലാണെങ്കിലോ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം കഴിവുള്ള വ്യക്തിയാണ്, വളരെയധികം മെൻ്റൽ പവറുള്ള വ്യക്തിയാണ്. നന്നായിട്ട് ഓരോ എന്തിനെയാണെങ്കിലും നയിക്കാനും ലീഡ് ചെയ്യാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് അവസ്ഥ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ബുദ്ധിപൂർവ്വം ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കിട്ടിയത്. കിങ് ഓഫ് വാൺസ്. ഇതും ഒരു നല്ലൊരു ഹൈ എനർജി കാർഡാണ്. നല്ലൊരു അഫിനിവേഴ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം. വളരെയധികം സ്ട്രോങ് ആയ പേഴ്സണാണ്, ലീഡ് ചെയ്യാൻ കഴിവുള്ള പേഴ്സണാണ്. തനിക്ക് തൻ്റെതായ നിലപാടും ഉറച്ച വിശ്വാസമുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരുടെ അടിച്ചമർത്തുന്ന വ്യക്തി, അതായത് തൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ തൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നോക്കുക, അല്ലെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുക. എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ വ്യക്തിത്വം, എൻ്റെ പേഴ്സണാലിറ്റി ഇതാണ് എന്ന് കുറച്ച് സംസാരിക്കാനും കഴിവുള്ള ഒരു പേഴ്സണാണ് താങ്കളുടെ പേഴ്സൺ. പാസ്റ്റിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. താങ്കളോട് കുറച്ച് കർശനമായിട്ടും അദ്ദേഹം പെരുമാറി കാണണം, കുറച്ച് സ്ട്രിക്റ്റായി കാണണം. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റമില്ലാതെ ഞാനിങ്ങനെയാണ്, നിനക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അദ്ദേഹം നിന്നിരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങോട്ടാണ് നോക്കുന്നത്? ഫ്യൂച്ചറാണെങ്കിൽ അതും വളരെയധികം നല്ലൊരു ഹൈ എനർജിക്ക് കാരണമാണ്. പേജ് ഓഫ് കപ്സ് ആണ്. വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താങ്കളോട് ഉള്ള വൈകാരികമായ സിറ്റുവേഷനാണ് കാണുന്നത്. താങ്കളോട് സംസാരിക്കാനും മുന്നോട്ട് പോകാനും താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് താങ്കളുടെ പേഴ്സൺ. വൈകാരികമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ താങ്കളോടുള്ള അതീവ പ്രണയത്തിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ താങ്കളുടെ നോക്കട്ടെ, താങ്കളുടെ പ്രസൻറ്റ് എന്നാ നോക്കട്ടെ. താങ്കളുടെ പ്രസൻറ്റ് ഇതാ, അതും ഒരു ഹൈ എനർജി കാർഡ്, നൈറ്റ് ഓഫ് വൺസ് ആണ്. താങ്കളിപ്പോൾ വളരെ ആവേശത്തിലാണ്. താങ്കളുടെ മൂലകം അഗ്നിയാണ്. താങ്കൾ അഗ്നിയിലൂടെ പ്രവർത്തിച്ചത്. അതായത് താങ്കൾക്ക് വളരെയധികം ആവേശമുണ്ട്. ഏതൊരു കാര്യത്തിനും എന്തിനും ഒരാവേശമുണ്ട്. ഏതൊരു ജോലിക്കും വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണിലേക്കാളും താങ്കൾക്ക് വളരെയധികം ആവേശമാണുള്ളത്. എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ അടുക്ക് എത്തണമെന്നുള്ള ആവേശമുണ്ട്. അതാണ് താങ്കളുടെ സിറ്റുവേഷൻ. താങ്കളുടെ പാസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ. ഇങ്ങനെ എത്താനുള്ള കാര്യം നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ്, എല്ലാം തന്നെ ഫോർട്ട് കാർഡുകളാണ്. ഫോർട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം. നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസാണ്. നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ് വെച്ചാൽ താങ്കൾ സാമ്പത്തികമായിട്ട് കുറച്ച് മന്ദഗതിയിലായിരുന്നു. നന്നായിട്ട് ബിസിനസ് ചെയ്യാനും ലീഡ് ചെയ്യാനൊക്കെ കഴിവുള്ള വ്യക്തിയായിരുന്നു. വളരെയധികം സാമ്പത്തികം ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ പാസ്റ്റിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം മന്ദഗതിയിലായിരുന്നു. അതാണ് ഈ കാർഡിൻ്റെ മീനിങ് കാണിക്കുന്നത്. താങ്കളുടെ ഫ്യൂച്ചർ എങ്ങോട്ടാണെന്ന് പോകുന്നത് നോക്കട്ടെ. താങ്കളുടെ ഫ്യൂച്ചർ 7 ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. തീർച്ചയായിട്ടും താങ്കൾ ഒരു ബിസിനസ് പരമായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ ഫ്യൂച്ചറിൽ താങ്കൾ തീർച്ചയായിട്ടും സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുത്ത് സാമ്പത്തികം ഉണ്ടാക്കുന്നതിനാണ് കാണുന്നത്. ഇവിടെ വിളവ് ഇട്ട് അതിൻ്റെ കൃഷി ഇട്ടിട്ട് അതിൻ്റെ വിളവ് കാത്തിരിക്കുന്ന കർഷകനെ കാണുന്നത്. അപ്പോൾ അതായത് താങ്കളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. ഭാവിയിൽ അതിൻ്റെ ഫലം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ നല്ല ഗ്രൗണ്ട് ആകാനുള്ള സാധ്യതയാണ് ഫ്യൂച്ചറിൽ കാണുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് 2 ഓഫ് വൺസ് ആണ്. അതും ഒരു ഫയറിൻ്റെ കാർഡാണ്, ആവേശത്തിൻ്റെ കാർഡാണ്. ഭൂഗോളം കയ്യിൽ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് മുന്നോട്ട് നോക്കേണ്ടത്. അതായത് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായും യൂണിവേഴ്സ് അതിനിടെ വരുത്തട്ടെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും രണ്ട് വ്യക്തികളും, എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് വ്യക്തികൾ വളരെ നല്ല മനസ്സുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് എല്ലാ കാർഡും നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്. പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും കിട്ടിയ എല്ലാം തന്നെ കോർട്ട് കാർഡുകളാണ് കിട്ടിയത്. നല്ല ഹൈ എനർജി കാർഡുകളാണ് കിട്ടിയത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എനർജി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത തന്നെ എനിക്കുണ്ട്. അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോൾ നല്ലൊരു സ്പ്രെഡാണ് കിട്ടിയത്. താങ്കൾക്കും താങ്കളുടെ വ്യക്തിക്കും കിട്ടിയ പ്രസൻറ്റും പാസ്റ്റ് ഫ്യൂച്ചർ ഇതാണ് കേട്ടോ നിങ്ങളുടെ സ്പ്രെഡ്. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സ്പ്രെഡ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ സ്ഥിരമായിട്ട് നല്ല കമൻറ്റ് ഇടുന്നവർക്ക്, സ്ഥിരമായിട്ട് കമൻറ്റ് ഇട്ട് പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരാൻ തയ്യാറാണ്. വാട്സപ്പിൽ വരിക, 1-2 ക്വസ്റ്റ്യൻ, അതിനപ്പുറം ചോദിക്കരുത്. ഞാൻ ദീപാവലിക്ക് ഞാനൊരു 150 രൂപയ്ക്ക് ഓഫർ കൊടുത്തിട്ട് അയ്യോ ചോദിച്ചതിൻ്റെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുവാണ്, ഫ്രീ ആയിട്ട് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ആൻസർ തരാം. അതിൻ്റെ അപ്പുറമില്ല. നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.